പരിശുദ്ധമായ ഏറ്റവും പവിത്രമായൊരു മാസമാണ് നാം ജീവിക്കുന്ന ഷഅബാൻ. സാധാരണഗതിയിൽ റമളാനിന്റെ തൊട്ടുമുമ്പുള്ള മാസമായ ഷഅബാനിൽ ഒരു 90% മുസ്ലിങ്ങളും അശ്രദ്ധമായി ജീവിക്കുന്നവരാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്നാൽ റമളാനിൽ അള്ളാഹുവിനോട് അടുക്കണമെങ്കിൽ ഷഅബാനിൽ തന്നെ അതിനുള്ള ഒരുക്കങ്ങൾ ഉണ്ടാവണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചത്. അതുകൊണ്ട് ഷഅബാൻ മാസത്തിന്റെ ഏതാനും പ്രത്യേകത, പലപ്പോഴും നമ്മൾ റമളാനിൽ മാസം കാണുമ്പോൾ മാത്രമാണ് അത്താഴവും ഭക്ഷണവും അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത്. പക്ഷെ വിശ്വാസിയെ സംബന്ധിച്ചോളം ഷഅബാനിൽ തന്നെ അതിനുള്ള ഒരുക്കങ്ങൾ ഉണ്ടാവണം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയായ നബിയുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു നബിയോട് ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകരെ, യാ റസൂലല്ലാഹ്, ലം അറക തസൂമു ശഹറൻ മിന ശുഹൂർ മാ തസൂം മിൻ ഷഅബാൻ. ഷഅബാനിൽ നിങ്ങൾ നോമ്പ് നോൽക്കുന്ന അത്ര സുന്നത്ത് നോമ്പ് മറ്റൊരു മാസങ്ങളിലും നിങ്ങളെ നോക്കുന്നതായിട്ട് കാണുന്നില്ലല്ലോ. എന്താണ് അതിന്റെ കാരണം? ഉസാമത്ത് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാലിക ഷഹറുൻ, അതൊരു മാസമാണ്, റജുലുൻ യഗ്ഫുലുൻ നാസു അൻഹു, ജനങ്ങൾ പൊതുവെ അശ്രദ്ധമായിത്തീരുന്നൊരു മാസം. ഇത് കഴിഞ്ഞാൽ ഷഅബാൻ കഴിഞ്ഞാൽ റമളാനുണ്ട്, അപ്പൊ ശ്രദ്ധയിലേക്കായി. അതേസമയം റജബിന്റെയും ഷഅബാന്റെയും ഇടയിലുള്ള അശ്രദ്ധമായ മാസമാണ് ഷഅബാൻ. അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ എല്ലാ ഇബാദത്തുകളും, വിശുദ്ധ ഖുർആൻ പഠനവും പാരായണവും ഒക്കെ, ദിക്റുകൾ, അദ്കാറു സബാഹും അദ്കാറുൽ മസാവും, രാവിലെയും വൈകുന്നേരവും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്ന ദിക്റുകൾ, പ്രാർത്ഥനകൾ, എല്ലാ പ്രാർത്ഥനകളും സഹാബത്ത് പഠിക്കാത്ത പ്രാർത്ഥനകളെല്ലാം ഈ ഷഅബാൻ മാസത്തിൽ സഹാബത്ത് പഠിക്കും. ഇസ്ലാമിലെ ശറഅ അനുവദിച്ച പഠിക്കാത്ത പ്രാർത്ഥനകളെല്ലാം സഹാബത്ത് പഠിക്കുന്ന മാസമാണ് ഷഅബാൻ. കാരണം ആ മാസങ്ങളിൽ പഠിച്ചെടുത്താൽ റമളാനിൽ അത് പ്രാവർത്തികമാക്കാൻ കഴിയും. അതാണ് അതിന്റെ ഉദ്ദേശം. അതുകൊണ്ട് ജനങ്ങളെല്ലാം അശ്രദ്ധമാകുന്ന മാസമാണ്. അതുകൊണ്ട് ആ മാസം എന്ത് ചെയ്യും? വഹുവ ഷഹ്റുൻ തുർഫഉ ഫീഹിൽ അഅ്മാൽ ഇലാ റബ്ബിൽ ആലമീൻ. ഒരു വർഷത്തെ വിശ്വാസി ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹുവിന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്ന മാസമാണ് ഈ മാസം. ഒരു മനുഷ്യൻ ജീവിതത്തിൽ ചെയ്ത, സാധാരണ നമ്മൾ ബിസിനസ്സുകാർക്കൊക്കെ ഒരു മാസമല്ലേ അവിടെ കണക്ക് പ്രസന്റ് ചെയ്യണേ, വർഷത്തിൽ മാർച്ച് അല്ലേ? വലിയ അറിവൊന്നും അതിലില്ല, ആണെന്നുള്ളവർക്ക് പറഞ്ഞതാണ്. അപ്പം അതുപോലെ വിശ്വാസികളുടെ അഅ്മാലുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്ന മാസത്തിലാണ് നാം ജീവിക്കുന്നത്, മറന്നുകൊണ്ട. അപ്പൊ നമുക്കൊരുപാട് പ്രസന്റ് ചെയ്യാൻ ഉണ്ടാവണം. നമ്മുടെ അടുത്ത് എന്താ ഉണ്ടാകുക എന്നുള്ളത് നിങ്ങളും ഞാനും ഓരോരുത്തരും ആലോചിക്കുക. എന്തായിരിക്കും ഇതുവരെ ചെയ്ത പ്രവർത്തനം അനുസരിച്ച് മലക്കുകൾക്ക് അള്ളാന്റെ മുമ്പിൽ നമ്മളെപ്പറ്റി പ്രസന്റ് ചെയ്യാൻ എന്തൊക്കെ ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾ വെറുതെ ചിന്തിച്ചാൽ മതി. ഏതായാലും അശ്രദ്ധമാകുന്ന മാസമാണെന്നും അതുകൊണ്ട് മനുഷ്യന്റെ എല്ലാ കർമ്മങ്ങളും അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന മാസമാണെന്നും റസൂലുള്ള പറഞ്ഞതിന് ശേഷം പറഞ്ഞു, ഉഹിബ്ബു അൻ യർഫഅ അമലി, എന്റെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിലേക്ക് ഉയരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വാന സായിം, ഞാൻ നോമ്പുകാരനായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ നോമ്പെടുക്കാൻ കാരണം. ഷഅബാനിൽ കൂടുതൽ നോമ്പെടുക്കാൻ കാരണം എന്റെ അമലുകൾ അള്ളാഹുവിലേക്ക്, ഈ മാസത്തിൽ അള്ളാഹുവിന്റെ അടുത്തേക്ക് എന്റെ അമലുകൾ ഉയരുമ്പോൾ ഏറ്റവും കൂടുതൽ നോമ്പെടുത്ത വ്യക്തി ഞാനാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, പരിശുദ്ധ റമളാനിൽ നോമ്പ് നോൽക്കുന്ന അത്ര നബി ഷഅബാനിൽ നോൽക്കാറില്ല. നബി നോൽക്കാൻ തുടങ്ങിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് മുറിച്ചിട്ടുണ്ടോ എന്ന് തോന്നൂല. എന്നാൽ നബി നോമ്പ് ഒഴിവാക്കിയാലോ നബി റമളാനിൽ നോമ്പ് നോറ്റിട്ടുണ്ടോ എന്ന് സംശയിച്ചു. ആവിധ നബി നോൽക്കുക, അല്ലാണ്ട് സ്ഥിരമായി നോക്കുക. റമളാനിനെ പോലെ 30 ദിവസം ഷഅബാനിൽ നോൽക്കുന്നല്ല, പക്ഷെ അധിക ദിവസവും നോൽക്കും ഷഅബാനിൽ. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പഠനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായി നബിയും സഹാബത്തിനെ പ്രോത്സാഹിപ്പിക്കും, ഏറ്റവും കൂടുതൽ. കാരണം മറ്റുള്ള മാസങ്ങളിലൊക്കെ നമ്മൾ ബിസിയിലാണ്. ഈ ഇരിക്കുന്ന ഞാനടക്കമുള്ള ആളുകൾ ഇനി ഭയങ്കര ബിസിയിൽ എത്രയും കാലം. എന്തായാലും നമ്മളെ ബിസി? കുട്ടികളെ സ്കൂൾ ചേർത്തൽ അല്ലേ, ഒരു ബിസിയാണ്.
വീടുണ്ടാക്കൽ വേറെ വിഷയമാണ്, അല്ലേ? കച്ചവടം പുരോഗമിപ്പിക്കൽ അത് വേറെ വിഷയം. പിന്നെ ശരീരം ഏറ്റവും നല്ല സൗന്ദര്യത്തോടുകൂടി നിലനിർത്തൽ, അതിന് ഏറ്റവും കൂടുതൽ സമയം ആണും പെണ്ണും. അതിന് റൂം തന്നെ ഉണ്ട്, അതിനൊരുപാട് സാധനങ്ങളുണ്ട്, ഒരുപാട് ഉറുപ്പിയും മുടക്കാറുണ്ട്, അല്ലേ? അങ്ങനെ മനുഷ്യൻ ബിസിയിലാണ്, ഇത്രയും കാലം ബിസിയിലാണ്. അതാണ് ഇപ്പം സമർപ്പിക്കാൻ ഉണ്ടാകുക എന്ന് ചിന്തിച്ചോളട്ടോ. എന്തായിരിക്കും എൻ്റെ നിങ്ങളത് സമർപ്പിക്കാനുള്ളത്? അപ്പം അതൊന്നും മാറ്റിക്കിട്ടാൻ വേണ്ടിയുള്ള ഒരു ശ്രമകരമായൊരു വർത്തമാനമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. അതുപോലെ കടമിടപാടുകൾ, ആളുകൾക്ക് കൊടുക്കാനും വാങ്ങാനും ഒക്കെ ഉള്ള എല്ലാ കടയിടപാടുകളും തീർത്തു തരണം, ഒക്കെ കൊടുത്തു തീർക്കണം. മനസ്സിലായോ? അല്ലെങ്കിൽ ഇതെല്ലാം അങ്ങോട്ടേക്ക് ഉയരും. നമുക്കതൊന്നൊരു ഭയവുമില്ല. നേരെ മറിച്ച് നമ്മളെ കച്ചവടം ഒന്ന് പൊട്ടിപ്പോൾ ഞാമായി പേടിച്ചരണ്ടു, അല്ലേ? ഇനി നമ്മളുടെ കുട്ടികൾക്ക് പഠനം മോശമായാൽ നമ്മൾ ഭയവിഹ്വലരായി, അല്ലേ? അല്ലെങ്കിൽ നമ്മളുടെ അക്കൗണ്ട്സിൽ വേണ്ടത്ര ശക്തമായ പ്രസന്റേഷൻ അക്കൗണ്ട്സിൽ കിട്ടുന്നില്ല, കച്ചവടം മോശമായി വരികയാണ്, നമ്മൾ ഭയങ്കര ഭയവിഹ്വലരാണ്, പേടിക്കും. പക്ഷെ നമ്മളെ ഒരു വർഷത്തെ നമ്മളുടെ അഅ്മാൽ സാലിയാത്തുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്ന മാസമാണ് ഷഅബാൻ. ഒരു പേടി നമുക്കില്ല, ഉണ്ടോ? നിങ്ങൾ പേടി തോന്നിയോ? അതോ എന്റെ വാക്കുകൾ അശ്രദ്ധമായിട്ട് ഒരു ചെവിന്റെ ഉള്ളിൽ കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ വിട്ടോ? എന്താ ഇത്? നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ചോദിച്ചതാ. നിങ്ങൾ എന്താ ചെയ്തതെന്ന് ചോദിക്കാൻ, അപ്പോഴേ നിങ്ങൾ ചിന്തിക്കുള്ളൂ. അപ്പം അതുകൊണ്ട് അള്ളാഹ് റസൂൽ പറഞ്ഞതാ, എല്ലാ മാസം പോലെ എല്ലാം എൻ്റെ അമലുകൾ തുർഫൗ ഉയരപ്പെടണം, ഒഹിബ് ഇർഫ അമലി വാന സായും, ഞാൻ നോമ്പുകാരനായിരിക്കെ. അതാ. അപ്പൊ അശ്രദ്ധമാകുക ആരാ? അശ്രദ്ധമാകുക അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ ഉപയോഗപ്പെടുത്താത്തവരാ. അള്ളാഹു ശ്രദ്ധയോടുകൂടി ജീവിക്കാൻ വേണ്ടി നമുക്ക് തന്നാണെന്ത്? പഞ്ചേന്ദ്രിയങ്ങൾ. നമ്മുടെ കണ്ണും കാതും കരളും ഒക്കെ നമുക്ക് തന്നതിനാ. നമുക്ക് ഓക്സിജൻ എടുത്തിട്ട് ഇവിടെ സുഖമായി ജീവിക്കാനല്ല, അതിനോടൊപ്പം ചില ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാണ്ട് ആ അവയവങ്ങൾ കൊണ്ട്. അത് ഉപയോഗിക്കാണ്ട് അശ്രദ്ധമായി ജീവിച്ചാൽ അതിന് ശിക്ഷ ഉണ്ട്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അഅറാഫിൽ അള്ളാഹു പറയുന്നു, വലക്കത് ദറഅ്നാ ലി ജഹന്നം, ലക്കത് ദറഅ്നാ, തീർച്ചയായും നാം സൃഷ്ടിച്ചു. അല്ല പറയാ, നാം സൃഷ്ടിച്ചിട്ടുണ്ട്. ലി ജഹന്നം, നരകത്തിന് വേണ്ടി. നരകത്തിലേക്ക് കൊണ്ടുപോകാൻ നാം സൃഷ്ടിച്ചിട്ടുണ്ട്. ആരെ? കസീറ മിനൽ ജിന്നി വൽ ഇൻസ്, ധാരാളം ജിന്നുകളെയും ധാരാളം മനുഷ്യരെയും നരകത്തിന് വേണ്ടി മാത്രം സൃഷ്ടിച്ച. വലക്കത് ദറഅ്നാ ലി ജഹന്നമ കസീറ മിനൽ ജിന്നി വൽ ഇൻസ്. എന്നിട്ടോ ലഹും ഖുലൂബുൻ, കാരണം അവർക്ക് മനസ്സുണ്ട്, പക്ഷെ ലാ യഫ്ഖഹൂന ബിഹാ, അതുകൊണ്ട് ശ്വസിക്കാന്നല്ലാതെ അതുകൊണ്ട് ചിന്തിക്കൂല. ആ കൽബ് കൊണ്ട് ചിന്തിക്കൂല. അപ്പൊ ചിന്തിക്കാത്ത കൽബ്, കേട്ടാ, അശ്രദ്ധമാകുന്ന കൽബ് ഒരു ശിക്ഷയുണ്ട്. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അയ്യുൻ, അവർക്ക് കണ്ണുകളുണ്ട്, കണ്ണുകൾ കൊണ്ട് ലാ യുബ്സിറൂന ബിഹാ, കാണേണ്ട കാര്യങ്ങൾക്ക് കാണൂല. അള്ളാഹുവും അവന്റെ റസൂലും പഠിപ്പിച്ച നന്മയാർന്ന കാര്യങ്ങളൊന്നും കാണൂല. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് എന്തിനാ? നിങ്ങളും ചിന്തിച്ചു നോക്കൂ, എന്തിനാ? മൊബൈലിലല്ലേ? അതല്ല പറഞ്ഞതാ. നിങ്ങളെ കണ്ണുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ? കുറെ ആളുകൾ ഷോർട്ട് ഫിലിം കാണുന്നു. ഷോർട്ടാണ്, 2 മിനിറ്റ് കൂടുമ്പോൾ പുതിയത് കിട്ടും. അപ്പൊ അത് കണ്ടുപിടി അല്ലേ? വേറെ ചിലര് രാവിലെ ആണ് തുറന്നു വെച്ചാൽ ഉച്ചയാകുന്നവരെ കിടന്ന് കാണുകയാണ്. കണ്ടകള് ഒലഹും ആയുൻ, അവർക്ക് കണ്ണുകളുണ്ട്, പക്ഷെ ലാ യുബ്സിറൂന ബിഹാ, കാണേണ്ടത് കാണൂല. അപ്പൊ ശിക്ഷ കാരണമല്ല. നരകത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ആളുകളുടെ സ്വഭാവത, കാണേണ്ടത് കാണൂല. പിന്നെ ഒലഹും ആദാനുൻ, അവർക്ക് ചെവികളുണ്ട്, പക്ഷെ ലാ യസ്മഊന ബിഹാ, കേൾക്കേണ്ടത് കേൾക്കൂല. വേണ്ടാത്തൊക്കെ കേൾക്കും, വേണ്ടാത്ത എല്ലാ കാര്യവും കേൾക്കും, കേൾക്കേണ്ട കാര്യം കേൾക്കൂല. വിശുദ്ധ ഖുർആൻ കേൾക്കൂല, പ്രവാചകന്റെ ചര്യകൾ കേൾക്കില്ല, ഇസ്ലാമിക നിയമങ്ങൾ കേൾക്കില്ല. എന്നാൽ നാട്ടിൽ നടക്കുന്ന എല്ലാ വേണ്ടാത്തരവും അവന്റെ ചെവിയിലുണ്ടാവും, കേട്ടോ. ഒലഹും ആദാൻ ലാ യസ്മഊന ബിഹാ, എന്നിട്ടല്ല പറയാ ഉലായിക കൽ അൻആം, അവർ നാൽക്കാലികളെ പോലെ. എന്നിട്ടല്ല പറഞ്ഞു ബൽ ഹും, അല്ലല്ല, അതിനേക്കാൾ അതപ്പച്ച. കാരണം നാൽക്കാലികൾ ഹറാമിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊന്ന് തെളിച്ചാലെങ്കിലും അത് പോവും, അല്ലേ? ഇപ്പൊ തെളിച്ചാൽ പോവോ? ഇല്ല. ഇപ്പൊ നിങ്ങൾ നോക്കേണ്ടി,
നിങ്ങളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നിങ്ങളിങ്ങനെ നടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് കുറേ പെൺകുട്ടികളെ കാണാം. അപ്പോൾ ഒരു പ്രത്യേക ട്രൗസറും പ്രത്യേക കുപ്പായും ഇട്ടെ, അല്ലേ? നമ്മളെ പറയില്ല. ഓല കയ്യിലൊരു മൊബൈലുണ്ടാവും, ചിലപ്പോൾ 1-2 മൊബൈൽ ഉണ്ടാവും, അല്ലേ? ആ മൊബൈലും പിടിച്ചിങ്ങനെ പോകുമ്പോൾ നിങ്ങൾ ഒന്ന് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്കൊന്ന് റോഡ് ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ഓണടിച്ചാൽ പോലും ഒരു കേൾക്കൂല, ഒരു കാണൂല. അത്രയും മോശമാണ്. ഞമ്മക്കത് തോന്നിപ്പോവാറുണ്ട്, പടച്ചോനെത്തൊന്നും മെഡിക്കൽ കോളേജിൽ മോർച്ചറിയിലേക്ക് എത്തി കിട്ടിയാൽ മതി തോന്നിപ്പോവും. അത്ര പ്രയാസമുള്ളൂ, യാതൊരുവിധ സംസ്കാരവും ഇല്ലാത്ത, അല്ലേ? അതൊക്കെ ഇവിടുന്ന് കെട്ടിപ്പൊഞ്ഞ് കൊണ്ടുപോയാൽ വലക്കത് ജഹന്നം, നരകത്തിന് വേണ്ടി സൃഷ്ടിച്ച. മറന്നു പോകേണ്ട പുറലേക്ക് ചെല്ലുമ്പോളെ നമ്മളെ മക്കളെ നമ്മൾ ഇങ്ങനെ കാണുക, നമ്മളെ റോട്ടിൽ നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. പക്ഷെ അതൊക്കെയാണ് ഇപ്പോഴത്തെ പുതിയ വൈബ്, അല്ലെ? വൈബ്, അതൊക്കെ വൈബ് കുട്ടികളാ. എന്തൊക്കെയോ തോന്നിയാസ പദങ്ങൾ ഉപയോഗിച്ച് അറിയാൻ പറഞ്ഞ കേൾക്കേണ്ടത് കേൾക്കൂല, വേണ്ടാത്തൊക്കെ കേൾക്കും ചെയ്യും. അപ്പൊ എന്താ പറഞ്ഞത്? ഉലായിക്കല്ലാം ബൽഹും മലൽ എന്ന് പറഞ്ഞിട്ടല്ല പറയാം. ഉലായിക്കഹുമുൽ ഗാഫിലൂൻ, അവർ ജീവിതത്തിൽ അശ്രദ്ധരായി ജീവിച്ചവരുണ്ടോ? കാരണം അത് ശ്രദ്ധ ഇല്ലാത്ത മാസം, അത് നമ്മളെ വിഷയമാണ്. ശ്രദ്ധയില്ലാത്ത മാസമാണ് ഷാബാൻ. അവർ അശ്രദ്ധരായി ജീവിച്ചുകൊണ്ടാണ് അവരിപ്പോൾ നരകത്തിലെത്തിയത്. അപ്പം അതുകൊണ്ട് നമുക്ക് സ്വർഗത്തിൽ എത്ര എന്ത് വേണം? ശ്രദ്ധയോട് ജീവിക്കണം. പക്ഷെ ശ്രദ്ധ നമുക്ക് നഷ്ടപ്പെടുത്തുന്നതിന്റെ പ്രധാന കാരണം എന്താ? ദുനിയാവാണ്, അല്ലേ? നമുക്കൊരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദുനിയാവ് നമ്മളെ വല്ലാണ്ട് അശ്രദ്ധരാക്കും. സാധാരണഗതിയിൽ കുട്ടിക്കാലാവുമ്പോൾ കുട്ടികൾ എന്നുള്ളവർക്കുള്ള അശ്രദ്ധ ഉണ്ടാവും, സ്വാഭാവികമാണ്. പിന്നെ മെല്ലെ യുവത്വത്തിലേക്ക് വരുമ്പോഴോ യൗവനത്തിൻ്റെതായ ഒരുപാട് അശ്രദ്ധ, അല്ലേ? യൗവനത്തിന്റെ സമയത്താണ്, യൗവനത്തിന്റെ തീഷ്ണമായ അവസ്ഥയിലാണ് വിവാഹം കഴിക്കുക, അല്ലേ? അത് കഴിഞ്ഞാലോ, അത് കഴിഞ്ഞാൽ വീണ്ടും അവന്റെ ചക്രം പിറകോട്ട് തിരിയാൻ തുടങ്ങുമ്പോൾ അവന് ഏജിലേക്ക് മാറും, അല്ലേ? അതല്ല പറയുന്നുണ്ട് സൂറത്ത് ഹദീദിൽ അല്ല പറയാണ്, ഏലമു, നിങ്ങൾ പഠിക്കണം, അന്നമൽ ഹയാത്തു ദുനിയ, ദുനിയാവ് എന്ന് പറഞ്ഞാൽ ലഇബുൻ, അതൊരു കളി മാത്രമാണ്, അതൊരു കളിയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി ഈ ആയത്ത്. ഓ ലഹുവുൻ, വിനോദമാണ്. ഇപ്പൊ ഒരു പ്രായം കഴിഞ്ഞാൽ വിനോദമാണ്, എപ്പോഴും ടൂറ് പോകണം. കുട്ടികളൊക്കെ ഇപ്പം പറഞ്ഞതാ, ഒരു സ്വാതന്ത്ര്യമില്ല, നമ്മളെ വാപ്പ സ്വാതന്ത്ര്യം തരുന്നില്ല. അയാൾ എന്തോ ഇസ്ലാമിന്റെ നിയമം കേട്ട് ഖുർആന്റെ ആയത്തും കേട്ട് വരുന്നതാ. സ്വാതന്ത്ര്യമില്ല പുരയില്, ഒരു വിനോദമില്ല, ഇത് ആനന്ദിക്കാനും ആഹ്ലാദിക്കാനും അവസരമില്ല. അതാണ് ഇപ്പൊ വൈബ് മക്കൾ തന്തനെ പറയുന്നത്. തന്തക്കൊരു പേരുണ്ട്, ഏത് തന്തക്ക്? ദീനോടുകൂടി ജീവിക്കണം. ഇപ്പൊ നമ്മൾ വളരെ പ്രയാസത്തിലാണ്, പക്ഷെ ആ പ്രയാസം നമുക്കില്ല കേട്ടോ. നമ്മളെ മനസ്സിൽ കൂടെ പോകാറില്ല. ഇപ്പൊ നമ്മൾ റമദാൻ വന്നപ്പോൾ ഒന്ന് ഒരുങ്ങും, ഒരു തൊപ്പിയോ കുറച്ചുകൊണ്ട് വാങ്ങി കിട്ടും. പള്ളീൻ്റെ മുമ്പിലൊക്കെ ഉണ്ടാവും കുറെ തൊപ്പികൾ, ആ തൊപ്പിയൊക്കെ വാങ്ങി തലയിലിട്ട്, അല്ലേ? അതാണ് ഇപ്പം നമ്മൾ ഒരുങ്ങേണ്ട അവിടെ അല്ല, ജീവിതത്തിൽ വന്നു പോകുന്ന അപാകതകളാണ് തിരുത്തേണ്ടത് കേട്ടോ. നമ്മളിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മളെ ഭാര്യക്കും നമ്മുടെ മക്കളിലൊക്കെ വരുന്ന ഒരുപാട് അല്ല ഇഷ്ടപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായി തിരുത്തണം. അതിനാണ് ഷാബാൻ ഉപയോഗിക്കേണ്ടത്. നമ്മളിലുണ്ട്, നമ്മളും തിരുത്തണം, അല്ലേ? അപ്പൊ അതുകൊണ്ട് അല്ല പറഞ്ഞെന്താ, ഇവിടെ ഈ ദുനിയാവിൽ കുറെ ആളുകളുണ്ട്, അവര് മരണം വരെ ഇതൊന്നും ചിന്തിക്കൂല. അതല്ല പറഞ്ഞിട്ടുണ്ട്, യൗമ യതദക്കറുൽ ഇൻസാനു മാസാ വബുരിസത്തിൽ ജഹീമു ലിമൻ യറ. ഇവൻ എത്തേണ്ട നരകത്തിന് മുമ്പിൽ ഇവനെ കൂടുതൽ നിർത്തുമ്പോൾ ഇവൻ ചിന്തിക്കുള്ളൂ. അതുവരെ ചിന്തിക്കൂല, പറഞ്ഞാൽ ചിന്തിക്കൂല. ഇവൻ ചെല്ലേണ്ട നരകമുണ്ട്, ആ നരകത്തിന്റെ മുമ്പിൽ ഇവൻ അള്ളാഹു കൂടുതൽ നിർത്തും. കത്തി ആളുന്ന നരകത്തിന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ യൗമ യതദക്കറുൽ ഇൻസാനു മാസാ, ഇതുവരെ പ്രവർത്തിച്ചത് മുഴുവൻ, താൻ ചെയ്ത മരണം വരെ ദുനിയാവിൽ വെച്ച് ചെയ്ത മുഴുവൻ പ്രവർത്തനങ്ങളും ഈ നരകത്തിന്റെ മുമ്പിൽ നിന്നാ ചിന്തിക്കുക. ഇപ്പൊ ചിന്തിക്കണം. പിന്നെ ബുരിസത്തിൽ ജഹീമു ലിമൻ യറ, അവൻ ചെല്ലേണ്ട നരകം അള്ളാഹു അവന് കാണും വിധം അവന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി തരും. അങ്ങനെ നമ്മൾ പോകേണ്ട നരകം നമ്മളെ മുമ്പിൽ നിന്ന് പരലോകത്ത് കാണിച്ചു തരും. ബുരിസത്തിൽ ജഹീമു ലിമൻ യറ. എന്നിട്ടോ ഫഅമ്മാമൻ തഗ വ ആസറൽ ഹയാത്തദ് ദുനിയ, ഇഹലോകത്തിന്റെ പ്രാധാന്യം കൊടുക്കുകയും പരലോകത്തിന്
പരലോകത്തെ അശ്രദ്ധമായി വിടുകയും ദുനിയാവിന് അമിതമായ ശ്രദ്ധ പുലർത്തുകയും ദുനിയാവിന്റെ കാര്യത്തിലുള്ളപ്പോൾ നമ്മളെ വലിയ ശ്രദ്ധ അല്ലേ? അങ്ങനെ ചെയ്താൽ അവർക്കുള്ള എന്താ? ഫൈനൽ ജഹീമഹിയൽ മഅ്വ, അവരുടെ അഭയകേന്ദ്രം നരകാണ്. ഓർപ്പിച്ചു പോവാം. ഇത് എന്താ കാരണം പറഞ്ഞത്? ഒന്ന്, അവര് നരകം അവർക്ക് എന്താണ്? ഫഅമ്മാമൻ തഗ, അവരതിരു വിട്ടു, അള്ളാന്റെ കൽപ്പനകൾ ശ്രദ്ധിച്ചില്ല. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തൊന്നും അവരെ സംബന്ധിച്ചുള്ള വിഷയമല്ല, അതിരു വിട്ടു. പിന്നെ ആസറൽ ഹയാത്ത ദുനിയ, ഇഹലോക ജീവിതത്തിന് മുന്തിയ പ്രാധാന്യം കൊടുത്തു. ഇവിടുത്തെ ഡ്രസ്സ്, ഇവിടുത്തെ വാഹനം, ഇവിടുത്തെ ഭക്ഷണം, അല്ലേ, ഇവിടുത്തെ സമയം നോക്കേണ്ടിയുള്ള ഒരു മഗ്‌രിബ് ഇശാന്റെ ഇടയിൽ എത്ര യുവാക്കളും ചെറുപ്പക്കാരും ഫാമിലികളുമാണ് ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്നത്, അല്ലേ? 24 മണിക്കൂറും അവനവന്റെ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം ഇപ്പൊ പോരാ, ആർക്കും വേണ്ട, ഒന്നും വൈബല്ല, വല്ലാത്തൊരവസ്ഥയിലൊക്കെ പോണ്ടല്ലേ. അതല്ല പറഞ്ഞത് ആസറൽ ഹയാത്ത ദുനിയ, ഇഹലോക ജീവിതത്തിന് മുന്തിയ പ്രാധാന്യം കൊടുത്തു. അങ്ങനെ ചെയ്താലോ? ഫൈനൽ ജഹീമ, തീർച്ചയായും കത്തിയാളുന്ന നരകമാണ് ഹിയൽ മഅ്വ, അവന്റെ അഭയകേന്ദ്രം, അവന് ചെല്ലാനുള്ള തലത. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കുക, അശ്രദ്ധമായി ജീവിക്കരുത്. നമുക്കൊരു ശ്രദ്ധയോടുള്ള ജീവിതം വേണം, മൃഗങ്ങളെപ്പോലെ ആവരുത് എന്നൊക്കെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വിശുദ്ധ ഖുർആൻ പറയുന്നു, എന്നാൽ അമ്മാമൻ ഖാഫ മഖാമ റബ്ബി, റബ്ബിന്റെ കോടതിയെ ഭയപ്പെടുകയും അള്ളാഹുവിന്റെ മുമ്പിൽ ചെന്ന് നിന്ന് ഞാൻ ഇവിടെ ജീവിച്ചതിന്റെ എങ്ങനെ ജീവിച്ചു എന്ന കാര്യം റബ്ബിനോട് മറുപടി പറയേണ്ടി വരുമെന്നുള്ള ചിന്തയോട് ജീവിച്ച ആളുകൾ, അങ്ങനെ ജീവിച്ച ആളുകളുടെ പ്രത്യേകത എന്താ? വനഹൻ നഫ്സ് അനിൽ ഹവ, മനസ്സിന്റെ ഒരുപാട് വേണ്ടാത്ത മോഹങ്ങളെ അവൻ തടയും. വേണ്ടാത്ത മോഹങ്ങളിലൊക്കെ അവൻ പോകില്ല, അവന്റെ മനസ്സിന്റെ എല്ലാ ചീത്ത മോഹങ്ങളെയും അവൻ തടയും. ആണ് വനഹൻ നഫ്സ് അനിൽ ഹവ ഫൈനൽ ജന്നത്ത ഹിയൽ മഅ്വ, അവരുടെ അഭയകേന്ദ്രമാണ് സ്വർഗം. അപ്പൊ സ്വർഗത്തിൽ എത്ര എന്ത് വേണം? മനസ്സിന്റെ മോശമായ ആഗ്രഹങ്ങളെ തടയണം, ദുനിയാവിനേക്കാൾ പ്രാധാന്യം ആഹാരത്തിന് കൊടുക്കണം, ദുനിയാവിൽ അശ്രദ്ധമാകുന്ന സമയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പൊ അശ്രദ്ധമാകുന്ന സമയങ്ങളും സ്ഥലങ്ങളും കൂടി വരുന്ന കാല അല്ലേ? ഏറ്റവും കൂടുതൽ ഇപ്പൊ ആളുകൾ തെറ്റാനും വഴിതെറ്റാനും ഒക്കെ നടക്കുന്ന കാലപ്പേരാ മാളുകളാണ്. ആണും പെണ്ണും യുവതി യുവാക്കളും പഠിതാക്കളും കോളേജിൽ പഠിക്കുന്നവരും ഒക്കെ ഇപ്പോൾ കണ്ടെത്തുന്ന ഒരു സ്ഥലം മാളുകളാണ്. അതുകൊണ്ട് തന്നെ റസൂൽ അവിടെ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു, അല്ലെ? മാളുകളിലേക്ക് കയറുമ്പോൾ പ്രാർത്ഥന പഠിപ്പിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് 1,00,000 പ്രതിഫലം റസൂൽ പറഞ്ഞു. ഇപ്പൊ എപ്പോഴും ചിന്തിക്കാറുണ്ട്, 1,00,000 പ്രതിഫലം കിട്ടുന്ന ഒരു പ്രാർത്ഥന ആ മാളിലേക്ക് കയറുമ്പോൾ റസൂൽ പഠിപ്പിച്ചു. എന്തുകൊണ്ടാ? ആ മാൾ അത്രമാത്രം ഇബ്ലീസിന്റെ സെന്ററാ. പിശാച് അവനെ കീഴടക്കികൾ പിടിച്ചു കൂട്ടിപ്പിടിക്കും. അത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഇസ്തഹ്വദ അലൈഹിം ശൈത്താൻ, പിശാച് അവനെ കൂട്ടിപ്പിടിക്കും. അങ്ങനത്തെ തലങ്ങളിലെത്തുമ്പോൾ പ്രത്യേക ഡ്രസ്സ്, പ്രത്യേക മുടി, പ്രത്യേക രൂപം, പ്രത്യേക നടത്തം, ഒന്നും പറയണ്ട, പ്രത്യേക മ്യൂസിക്. ഇപ്പോഴുള്ള ചെറുപ്പക്കാരികളൊക്കെ നടക്കുമ്പോൾ തന്നെ മ്യൂസിക് വരെ പ്രത്യേക മ്യൂസിക്കാണ് അവർ നടക്കണമെങ്കിൽ. അതിനനുസരിച്ച് അവരുടെ ശരീരത്തിന്റെ ഓരോരോ ഭാഗവും ചലിപ്പിക്കുക, അല്ലേ? ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, നമുക്ക് മിണ്ടാൻ വയ്യ. നമ്മൾ എന്താ പറയുന്നത്? നമ്മൾ മുസ്ലിങ്ങളാണ്, നമ്മൾ മുഅ്മിനുകളാണ്, അള്ളാഹുവിനോട് സ്വർഗത്തിലെത്താൻ പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷെ നമ്മളുടെ പ്രവർത്തനം അതില്ല, അല്ലേ? പ്രവർത്തനത്തിലൊക്കെ നരകത്തിലേക്കുള്ള. അതുകൊണ്ട് ശ്രദ്ധിക്കണം. യാത്ര പോകുന്നത് എപ്പോഴാണെന്ന് അറിയില്ല, ഏത് സമയത്തും യാത്ര പോകാം. അതിനൊരു ടൈമില്ലാണ്ട് നമുക്കൊരു നിജസ്ഥിതിയുമില്ലാത്തൊരു ഏർപ്പാടാണ് ഇവിടെ നിന്നുള്ള ദുനിയാവിനുള്ള ഏർപ്പാട്. അപ്പം അതിന്റെ മുമ്പ് ശ്രദ്ധിക്കണം. റബ്ബിന്റെ കോടതിയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക. അള്ളാഹുവിന്റെ കോടതിയെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്കുള്ളതാണ് സ്വർഗം, അല്ലാത്തവർക്ക് നരകമാണ്. അപ്പൊ അള്ളാഹുവിന്റെ കോടതിയെ ഭയപ്പെട്ടുകൊണ്ട് മറുപടി റബ്ബിനോട് പറയേണ്ടി വരുമെന്നുള്ള ബോധത്തോടു കൂടി നമ്മളും നമ്മുടെ കുടുംബവും ജീവിക്കുക, അപാകതകൾ തിരുത്തുക. ഏറ്റവും നല്ല സമയമാണ് വിശുദ്ധ ഈ ശഅബാൻ മാസത്തിൽ മാത്രമല്ല, എല്ലാ ദിവസവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ ദിവസവും മലക്കുകൾ ഇവിടെ ഇറങ്ങുന്നുണ്ട്. യതആഖബൂന ഫീക്കും മലായികത്തും ബില്ലൈൽ വ മലായികത്തും ബിന്നഹാർ. എല്ലാ ദിവസവും രാത്രിയിലേക്ക് വേണ്ട കുറച്ച് മലക്കുകളും പകലിലേക്ക് വേണ്ട കുറച്ച് മലക്കുകളും യതആഖബൂൻ, അവരിവിടെ ഊഴമിട്ടിറങ്ങും. സമയം നോക്കി ഇറങ്ങുക. ഒരു വിഭാഗം മലക്കുകൾ വൈകുന്നേരം ഇറങ്ങും, വേറൊരു വിഭാഗം മലക്കുകൾ സുബൈക്ക് ഇറങ്ങും. യജ്തമിഊന ഫീ സലാത്തിൽ ഫജ്രി വ സലാത്തിൽ അസ്ർ. അവർ ആ മലക്കുകൾ സുബൈന്റെ സമയത്തും അസറിന്റെ സമയത്തും രണ്ടു കൂട്ടർ യോജിക്കും.
നമ്മളുടെ പകലിലെ കർമ്മങ്ങൾ രേഖപ്പെടുത്താൻ വന്ന മലക്കുകൾ മഗ്‌രിബോടുകൂടി ഇവിടുന്ന് പോകും. മഗ്‌രിബിന് വന്ന കുറേ മലക്കുകളുണ്ട്, അവർ സുബഹിയോട്ട് പോകും. രണ്ടു കൂട്ടരും കൂടി യോജിക്കുന്ന സമയമാണ് അസറിന്റെ സമയവും സുബഹിന്റെ സമയവും. അങ്ങനെ സുമ്മ യൂറജു അല്ലദീന ബാത്തു ഫീക്കും, രാത്രിയിൽ എന്നോടൊപ്പം ജീവിച്ച മലക്കുകൾ അള്ളാഹുവിലേക്ക് കയറി പോകും. അങ്ങനെ കയറി ചെല്ലുമ്പോൾ അള്ളാഹു മലക്കുകളോട് ചോദിക്കും, ഫയസ്അലുഹും റബ്ബുഹും, റബ്ബ് അവരോട് ചോദിക്കും, കൈഫ തറക്തും ഇബാദി, നിങ്ങൾ പോരുമ്പം എന്റെ ദാസന്മാർ അവിടെ എന്ത് ചെയ്യുകയാണ്? നിങ്ങളിപ്പോൾ അവിടെ ഒഴിഞ്ഞു പോകുന്നല്ലോ. ഇപ്പം നബിസ്വൽ ഞാൻ പറഞ്ഞല്ലോ, സുബൈന്റെ സമയത്ത് ഒരു ടീം പോവും, മഗ്‌രിബിന്റെ സമയത്ത്. പകലിൽ വന്നവർ ആണ്, പകലിൽ ഡ്യൂട്ടിക്ക് വന്ന മലക്കുകളാണ് വൈകുന്നേരം അസറിന്റെ സമയത്ത് പോകുന്നത്. അസറിന്റെ സമയത്ത് വന്ന ആളുകളാണ് സുബൈക്ക് പോകുന്നത്. അപ്പൊ ഈ രണ്ടു കൂട്ടരോടായിട്ട് മലക്ക് അള്ളാഹു ചോദിക്കും, കൈഫ തറക്തും ഇബാദി, നിന്റെ ദാസന്മാരെ എങ്ങനെ ഉപേക്ഷിച്ചാ പോകുന്നത്? ഫയഖൂലൂൻ, അപ്പൊ മലക്കുകൾ പറയും, തറക്കനാ വഹും യുസല്ലൂൻ, അള്ളാഹുവെ ഞങ്ങൾ പോരുമ്പോൾ അവർ നമസ്കരിക്കുകയാണ്. വാത്തൈനാഹും വഹും യുസല്ലൂൻ, ഞങ്ങൾ നിന്റെ അടുത്തേക്ക് തിരിച്ചു വരുമ്പോഴും അവർ നിസ്കരിക്കുക. രണ്ട് സമയത്തും അള്ളാഹുവിന് സുജൂദാണ് സാധാരണ, അല്ലേ? പക്ഷെ സാധാരണ ഈ മാസവും അശ്രദ്ധമായി ജീവിക്കുന്ന ആളുകൾ, സുബൈയില്ല, അസറുമില്ല, ഒന്നുമില്ല. അത്തരം ആളുകൾ സുബൈക്ക് പോകുന്ന മലക്കുകൾ എന്ത് കണ്ടാ പോവുക? കിടന്നുറങ്ങുന്നുണ്ട്, അല്ലേ? നിസ്കരിക്കുന്നില്ല, കിടന്നുറങ്ങുന്ന കണ്ടിട്ട് പോവുക. എന്നാലോ രാവിലെ ഇവിടെ വന്നോലോ, രാവിലെ ഇവിടെ വരുന്നോലോ, രാവിലെ വരുന്നോല നമ്മൾ ദുനിയാവ് സമ്പാദിക്കാൻ വേണ്ടി പെടാപ്പാട് പെടുന്നതാക്കാണ്, അല്ലാണ്ട് നമ്മൾ നിസ്കരിക്കുന്നില്ല, ആണോ? രണ്ട് മലക്കുകൾക്കും നമ്മളെപ്പറ്റി വലിയ മുൻപ് അഭിപ്രായങ്ങൾ ഉണ്ടാവില്ല എന്ന് ഓർക്കുക. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നാളെ പരലോകത്ത് ഇത്തരം അശ്രദ്ധമായ ജീവിതത്തിൽ നമ്മൾ ജീവിച്ചാൽ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന അറിയോ? അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, വമൻ അഅറളഅൻ ദിക്രി, അള്ളാഹുവിന്റെ ഓർമ്മ വിട്ട് ജീവിച്ചാൽ ഫൈന്ന ലഹു മഈശത്തൻ ലങ്ക, ദുനിയാവ് തന്നെ ഒരു സമാധാനമില്ലാത്ത ഒരു ജീവിതം അള്ളാഹ് കൊടുക്കും. ഒരു സമാധാനം ഉണ്ടാവില്ല, മക്കളെ കൊണ്ട് ഉപകാരം ഉണ്ടാവില്ല, ഭാര്യനെ കൊണ്ടുള്ള ഇടങ്ങറുണ്ടാവും, ഭർത്താവിനെ കൊണ്ടുള്ള ചില്ലറ വിഷമല്ല, കുടുംബം മുഴുവനും എല്ലാ നിലക്കുള്ള പ്രയാസങ്ങളും അനുഭവിപ്പിക്കും. മക്കളെ കല്യാണം കഴിപ്പിച്ചാൽ അവിടെ സ്വസ്ഥ ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല. മനസ്സിലായോ? ഒക്കെ സന്തോഷത്തിന് വേണ്ടിയാണ് ചെയ്തത്, പക്ഷെ എല്ലാം അപകടത്തിൽ അവർ എത്തിപ്പെടുക. നല്ലൊരു പുര ഉണ്ടാക്കി നോക്കി, ആ പുര തമ്മാടികൾക്ക് കിടന്നുറങ്ങാനുള്ള സ്ഥലമായി മാറും. മക്കളൊക്കെ തമ്മാടികളായിട്ടേ നല്ലൊരു വീടുണ്ടാക്കിയത്, പക്ഷെ ആ വീട് മുഴുവനും മക്കൾ തമ്മാട്ടം ചെയ്യാനുള്ള അവരുടെ ഒരു വഴിയടയാളമായി മാറും. അപ്പോഴാണ് ചിന്തിക്കുക, പഠിച്ചോനെ ഈ ഇത്രയൊക്കെ നയിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് പുരണ്ടാക്കണ്ടില്ലേ? ഈ മക്കൾക്ക് രാത്രിയിൽ വേശികളെ കൂട്ടി ഞാൻ ഉണ്ടാക്കിയ പുരൻ്റെ അകത്ത് വന്ന് കിടക്കാനുള്ള അവസരമുള്ള പഠിച്ചോനെ ഞാൻ ഉണ്ടാക്കി സങ്കടപ്പെടേണ്ടി വരും. അതുകൊണ്ട് സൂക്ഷിക്കുക കേട്ടോ. അപ്പം അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയാണ്, ഫൈന്ന ലഹു മഈശത്തൻ ലങ്ക, അള്ളാഹുവിൽ നിന്ന് അകന്നുങ്ങൾ ജീവിച്ചാൽ, അശ്രദ്ധമായി ജീവിച്ചാൽ ഒരു സമാധാനം അല്ലാഹു ദുനിയാവ് തരില്ല. പിന്നെ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മ, പരലോകത്തെത്തുമ്പോഴോ ഇപ്പം നിങ്ങൾ കണ്ണ് കാണില്ലേ? ഞാൻ പറഞ്ഞില്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൂടെ പഞ്ചേന്ദ്രിയങ്ങൾ മുഴുവനും റബ്ബിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടും. അപ്പം അവിടെ എത്തുമ്പോൾ നമുക്ക് കണ്ണ് കാണില്ല പരലോകത്തിന്. ഇത് ബില്യൺ കണക്കിന് ആളുകൾ ഒത്തുകൂടിയ മഹ്ശറയിൽ കണ്ണ് കാണാത്തവരായിട്ടാണ് ഉണ്ടാകുക. എന്താ കാരണം? അപ്പോൾ നഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മ. അപ്പൊ നമ്മൾ ചോദിക്കും റബ്ബിനോട്, കാല റബ്ബി ലിമ ഹശർതനി അഅ്മ, പഠിച്ചോനെ എന്തിനാ നീ എന്നെ കണ്ണുപൊട്ടനാക്കിയത്? കത് കുന്തു ബസീറ, ഞാൻ കണ്ണ് കാണുന്നവനായിരുന്നല്ലോ. അള്ളാന്റെ മറുപടി, ഞാൻ തന്ന കണ്ണുകൊണ്ട് നീ കാണേണ്ടത് കണ്ടില്ല, അറിയേണ്ടത് അറിഞ്ഞില്ല, ചെയ്യേണ്ടത് ചെയ്തില്ല. കാണേണ്ടല്ല കണ്ടത് മുഴുവൻ തോന്നിയാസാണ്. കത് കുന്തു ബസീറ കാല കദാലിക, അള്ളാന്റെ മറുപടി, നീ പറഞ്ഞത് ശരിയാ, നിനക്ക് ഞാൻ കണ്ണ് തന്നു, നിനക്ക് ഞാൻ കൽബ് തന്നു, നിനക്ക് ചിന്തിക്കാനുള്ള കഴിവ് തന്നു, കേൾവിക്ക് എല്ലാ നന്മയും കേൾക്കാൻ അറിയാൻ ചെവികൾ തന്നു. പക്ഷെ നീ എന്ത് ചെയ്തു? അത് ഉപയോഗിച്ചില്ല. അതുകൊണ്ട് അള്ളാഹു പറയാണ്, കദാലിക അത്തത്തുക ആയാത്തുന, ഈ കണ്ണ് മാത്രമല്ല, കൽബ് മാത്രമല്ല, ചെവി മാത്രമല്ല, നീ എങ്ങനെ ജീവിക്കണമെന്ന് നിന്നെ പഠിപ്പിക്കാൻ വേദഗ്രന്ഥവും നൽകി. പക്ഷെ ഫസൽ നസീതഹ, നീ അത് മറന്നു. നീ ഒരു നേരം പോലും അത് ഓർത്തില്ല. അങ്ങനെ ഒരു വേദഗ്രന്ഥത്തിന്റെ അനുയായിയാണെന്നോ, നീ ഒരു മുസ്ലിമാണെന്നോ, എന്റെ ജീവിതം എങ്ങനെ പോരാ എന്നോ തിരുത്താനുള്ള സമയം അള്ളാഹു ഒരുപാട് തന്നിട്ടുണ്ടെന്നോ ഓർത്തില്ല. ഓരോ ദിവസവും അള്ളാഹു എന്ത് ചെയ്യും? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും നമ്മളുടെ അമലുകൾ
മലക്കുകളും അള്ളാന്റെ മുമ്പിൽ സമർപ്പിക്കും അല്ലെ. അതുകൊണ്ടല്ലേ നമ്മൾ സുന്നത്ത് നോമ്പ് എടുക്കുന്നത്. നോമ്പുകാരനായ എത്താനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, തുറഉൽ അഅമാൽ ഫിൽ ഇസ്നൈൻ വ യൗമുൽ ഖമീസ്. വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും നമ്മൾ ചെയ്യുന്ന അമലുകൾ ആ ദിവസം തന്നെ മലക്കുകൾ അള്ളാഹുവിന് സമർപ്പിക്കും. അപ്പൊ റസൂൽ പറയാം, ഫഉഹിബ്ബു അൻ യുറല അമലി വാന സായിം. ഞാൻ എന്റെ അമല് അള്ളാഹുവിന് നോമ്പോടുകൂടി സമർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുകൊണ്ടാണ് ഞാൻ നോമ്പ് വെക്കുന്നത്. അപ്പൊ തിങ്കളും വ്യാഴും സുന്നത്ത് നോമ്പ് എടുക്കുന്ന കാരണമാണ് കേട്ടോ. അല്ലാണ്ട് ആരെങ്കിലും മുമ്പിൽ ഞാൻ നോമ്പുകാരനാണെന്ന് അറിയിക്കാനല്ല. നമ്മളൊക്കെ നോമ്പിന്റെ കാര്യം പരിശോധിച്ചാൽ അങ്ങനെ തന്നെ ആവും. നോമ്പുകാരനാണ്. നോമ്പുകാരനായിട്ട് എല്ലാവരുടെ മുമ്പിലും വന്ന് ചാടിക്കുന്നോട്ട് തോന്നിട്ടിരിക്കും. നിങ്ങൾ ചായണ്ട, വേണ്ട, ഞാൻ നോമ്പുണ്ട്, എനിക്ക് നോമ്പുണ്ട്, നോക്കോ, എനിക്ക് നോമ്പുണ്ട്. അപ്പൊ നോമ്പിന്റെ ഒരു പരസ്യമായിട്ട് നടക്കുക. ഇതൊക്കെ ഓരോരുത്തരുടെയും കുറ്റപ്പെടുത്തലുകളാണോ എന്ന് പരിശോധിക്കുക കേട്ടോ. ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നെ കുറ്റപ്പെടുത്തണം, നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്തണം, തിരുത്തണം. അങ്ങനെ പോരാ, നമ്മൾ തിരുത്തണം. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞതാ, നീ എന്നെ മറന്നു ജീവിച്ചു, അതുകൊണ്ട് വക്കദാലിക്കൽ യൗമത്തുൻസ, ഇന്ന് നാം നിന്നെ മറക്കുകയാണ്. അള്ളാഹു നമ്മളെ പരലോകത്ത് മറന്നു. അതുകൊണ്ട് അത്തരം നിർഭാഗ്യവാന്മാരിൽ നിന്ന് അള്ളാഹു നമ്മെല്ലാം കാത്തുരക്ഷിക്കുകയും നമ്മെ ശ്രദ്ധിക്കുകയും നമുക്ക് സ്വർഗത്തിൽ ഇടം നൽകുകയും ചെയ്യുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീട്ടിൽ നിന്ന് പടിയിറങ്ങിപ്പോയ നമ്മുടെ ബഹുമാന്യരായ മാതാപിതാക്കൾ ഒരുപാട് യാത്ര പോയിട്ടുണ്ട്. അവരെല്ലാം പലരും അശ്രദ്ധമായി ജീവിച്ചവരാണ്. അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് കൊണ്ടും മർഹമത്ത് കൊണ്ടും അള്ളാഹു അവരെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ദുനിയാവിലെ സുഖം എല്ലാം താൽക്കാലികമാണ്. ഒന്നിനും ഒരു നിലക്കുള്ള ഒരു സ്ഥായിയായ ഭാവം പെടുത്ത ദുനിയാവിൽ ഒരു സുഖത്തിനുമില്ല. ഉണ്ടോ? എല്ലാം സുഖമാണെന്ന് വിചാരിച്ച് എന്തെല്ലാം ചെയ്തു ഒക്കെ അതിന്റെ സുഖം പെട്ടെന്ന് കഴിഞ്ഞില്ലേ? ഓരോ സുഖവും പെട്ടെന്ന് കഴിയും. അതാ അള്ളാഹ് പറഞ്ഞത്, വയൗമ യൂറദുല്ലദീന കഫറു അലന്നാർ. ഈ ദുനിയാവിൽ സുഖിച്ച് ജീവിച്ച ആളുകളെ അള്ളാഹ് പറയാം. സൂറത്തുൽ അഹ്കാഫിലെ വചനമാണ്. യൗമ യൂറദുല്ലദീന കഫറു അലന്നാർ, നരകത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തും. ഇവിടുന്ന് സൂചിച്ചോലെ ഇവിടെ ഒരുപാട് സുഖം അനുഭവിച്ച അങ്ങനെ വെറും സുഖമോ സുഖം അല്ലേ? 24 മണിക്കൂർ സുഖം, ഒരു നിലക്കും ഒരു നേരം പോലും ഒരു പരീക്ഷണത്തിനും വിധേയമാകാതെ ജീവിക്കണം. അല്ല നിങ്ങൾ ഇന്ത്യയൊക്കെ ഇഷ്ടം അല്ലേ? നടക്കൂല. അള്ളാഹു അങ്ങനെ ജീവിപ്പിച്ചാലോ അത്തരം ആളുകളെ അള്ളാഹു നരകത്തിന്റെ മുമ്പിൽ കൊടുത്ത് നിർത്തിയിട്ടോ അള്ളാഹു പറയുന്നത് അറിയും, അദ്ഹബ്തും തയ്യിബാത്തിക്കും ഫി ഹയാത്തിക്കും ദുനിയ. എല്ലാ സുഖവും നീ ദുനിയാവിൽ നിന്ന് അനുഭവിച്ചു, ഇല്ല ഉണ്ട് അങ്ങനെ. അദ്ഹബ്തും തയ്യിബാത്തിക്കും ഫി ഹയാത്തിക്കും ദുനിയ. അപ്പൊ വല്ലാണ്ട് സുഖിക്കുമ്പോൾ ആലോചിച്ചോ, ഇതെനിക്ക് ഞാഹർത്തിൽ ഇല്ലാണ്ടാകും. അള്ളാഹു തൃപ്തിപ്പെട്ടാ തന്നെങ്കിലും സുഖിച്ചോ, ഒരു വിരോധമില്ല. പക്ഷെ അള്ളാഹു തൃപ്തിപ്പെടാണ്ട് ഉണ്ടാക്കിയ മുതലില്ലല്ലോ. നമുക്കറിയാലോ എങ്ങനെ ഉണ്ടാക്കിയത്. നിങ്ങളുടെ കയ്യിലുള്ള പൈസയും മുതലൊക്കെ എങ്ങനെ ഉണ്ടായത് നിങ്ങൾക്കറിയാം. അത് അള്ളാഹ് തൃപ്തിപ്പെട്ടതാണോ, ആരെയും പറ്റിച്ചതാണോ, വഞ്ചിച്ചതാണോ, ആരൊക്കെ ചതിച്ചുണ്ടാക്കി, ആരോട് എന്തെല്ലാം കളവ് പറഞ്ഞുണ്ടാക്കി എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ? അപ്പൊ അതുകൊണ്ട് അത്തരം അല്ല, നേരെ മറിച്ച് അള്ളാഹ് എന്ത് ചെയ്തു, ദുനിയാവ് തന്നതാ, അത് അള്ളാഹ് തരും. അതും അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അള്ളാഹിനെ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക്, തൃപ്തിപ്പെടുത്തി ജീവിക്കുന്ന ആളുകൾക്കും അള്ളാഹു ദുനിയാവ് കൊടുക്കും. പക്ഷെ ആ ഇത് അവർക്ക് സന്തോഷമായിരിക്കും, അതവർക്ക് പരീക്ഷണമായിരിക്കില്ല. പക്ഷെ ഇത് അവർക്ക് പരീക്ഷണമാവും. ഏത്? അള്ളാഹിനെ വഞ്ചിച്ച് നേടിയെടുത്ത മുതൽ എത്ര ആളുകളുണ്ട് അറിയങ്ങൾ. സ്വന്തം രക്തബന്ധത്തിൽപ്പെട്ട ജ്യേഷ്ഠന്റെയും അനുജന്റെയും പെങ്ങളുടെയും മാങ്ങളുടെയും ഒക്കെ മുതൽ പറ്റിച്ചെടുത്ത എത്ര ആൾക്കാരുണ്ട്. ഓലൊക്കെ മരിച്ചും പോയി, ഓലോടൊന്നും കണക്ക് തീർന്നിട്ടുമില്ല. എന്നിട്ടോ റമദാൻ വന്ന നോമ്പ് നിൽക്കും, കൈ പൈസറ്റ് ഹജ്ജിന് പോവും, ഉംറക്ക് പോവും, ഇതൊക്കെ ചെയ്യും. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. ഒന്ന് ശ്രദ്ധിച്ചാളെ കേട്ടോ. ദുനിയാവിൽ സുഖിച്ച് ജീവിച്ചവരെ അള്ളാഹു പറയാൻ നരകത്തിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തും. എന്നിട്ട് അള്ളാഹ് എന്താ പറഞ്ഞത്? അദ്ഹബ്തും തയ്യിബാത്തിക്കും ഫി ഹയാത്തി ദുനിയ വസ്തംതഅ്തും ബിഹാ. വല്ലാത്ത വാക്ക. നീ പരമാവധി സൂഹിച്ചു. അതാ പറയാ, നീ പരമാവധി സൂഹിച്ചു, എല്ലാ തോന്നിയാസങ്ങളും അനുഭവിച്ചു, അങ്ങനെ നീ സൂഹിച്ചു. വസ്തംതഅ്തും ബിഹാ. അതുകൊണ്ടെന്താ? ഫൽയൗമ തുജ്സൗൻ അദാബൽ ഹൂൻ, നിന്ദ്യമായ ശിക്ഷ ഇന്ന് നീ അനുഭവിച്ചു എന്നല്ലാഹു അത്തരക്കാരോട് പറയും. അള്ളാഹു ആ നിർഭാഗ്യവാന്മാരിൽ നിന്ന് നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. കോടതിയിലേക്ക് യാത്ര പോയ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് അള്ളാഹു മർഹമത്തും മഗ്ഫിറത്തും നൽകി
അവർക്കും അള്ളാഹു സ്വർഗം നൽകി നമ്മെയും അവരെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ആരോഗ്യം നഷ്ടപ്പെട്ട ആളുകൾക്ക് അള്ളാഹു മരണം വരെ ആരോഗ്യത്തോടുകൂടി ജീവിക്കാനും അള്ളാഹുവിന്റെ മാർഗത്തിൽ പണിയെടുക്കാനും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇബാദത്ത് ചെയ്യാനുള്ള ആരോഗ്യം അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് നമ്മുടെ എല്ലാം പ്രാർത്ഥന കബൂൽ ചെയ്യുമാറാകട്ടെ. കീറിമുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.